ഞാൻ പരമേശ്വരൻ. ഇരിക്കൂ. ആ. കയറി വരൂ മാഷേ. സരോജിനി എന്റെ സഹോദരിയാ. വരൂ. ആ, ഇരിക്കൂ മാഷേ. മാഷ്ക്ക് ഒരു വീട് ശരിയാവണടം വരെ ഇവിടെ കൂടാം. ബുദ്ധിമുട്ടായി അല്ലേ? ഏയ്, ആ മാഷ്ക്ക് മേക്കഴിയണ്ടേ? ഇത്തിരി അന്തി ആയിക്കോട്ടെ. ആ, എന്നാ വിശ്രമിച്ചോളൂ. ആ. മാഷ്ക്ക് ഇപ്പൊ എത്രയാ? 42. ആ, ലേശം മൂപ്പ് എനിക്കാണേ. എത്രയായി? 44. ആ. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. എന്താ ഭാര്യയും കുട്ടികളൊന്നും വേണ്ടേ? ആലോചിച്ചിട്ടില്ല. എന്താ കമ്മ്യൂണിസ്റ്റാ? ഏയ്. ഉറക്കം നോക്കിയിരുന്ന് പഠിക്കണ്ട, പോയി കിടന്നോളൂ. മാഷിന്റെ സഹോദരിയുടെ ആളെ ഇതുവരെ കണ്ടില്ല. ഞാൻ കണ്ടിട്ടും വർഷങ്ങളായി. ജീവനോടെ ഉണ്ടോന്ന് തന്നെ ദൈവത്തിനറിയാം. ഗോവിന്ദനും മാഷായിരുന്നു. എന്നിട്ടെന്താ, എല്ലാം ഉപേക്ഷിച്ചു. ജോലിയും വേണ്ട, വീടും വേണ്ട. വലിയ കമ്മ്യൂണിസ്റ്റുകാരനാ. പ്രസ്ഥാനമായിരുന്നത്രേ ആൾക്ക് വലുത്. സരോജിനിയും കുട്ടികളും ഇപ്പൊ എന്റെ കൂടെ തന്നെ ആയിട്ട് 6 വർഷമായി. സരസുവിന്റെ അമ്മയ്ക്ക് ദീനം ഒത്തിരി കൂടുതലാ. കൂടെ ചെല്ലാൻ പറഞ്ഞു. മാഷ് പൊക്കോളൂ. അന്തിക്ക് കണ്ടില്ല അച്ഛാ. മാഷ് വിഷമിക്കണ്ട. ആ. സരോജിനിയും കുട്ടികളും ഉണ്ടാവും. മാഷിന്റെ വീടാന്ന് തന്നെ കരുതുക.
എന്നോട് ക്ഷമിക്കൂ സരോജിനി. ഞാൻ അറിയാതെ. മാഷ്ക്ക് മീൻ പിടിക്കാൻ തോന്നണ്ട. സ്കൂളും ഒന്നുമില്ല, സംസാരിക്കാൻ ആളുമില്ല. മാഷ്ക്ക് ബുദ്ധിമുട്ടായില്ലേ? അമ്മയ്ക്കിപ്പോ എങ്ങനെ? ഇത് പതിവാ, കണ്ടാച്ചാ തോന്നും ഇപ്പൊ പോകുന്നു. പക്ഷേ നല്ല പഴക്കമുള്ള ആളാ. മാഷ് നാളെ താമസം മാറ്റാത്രേ, നമ്മുടെ നാണുപ്പണിക്കരുടെ പഴയ പെരയിലേക്ക്. എന്നോട് ചോദിച്ചത് കേട്ടില്ലേ? ആരാതിന്റെ ആളെന്ന് പറയാൻ. അയ്യോ വേണ്ട മാഷേ, വേണ്ട. ആരാന്ന് പറയണ്ട, എന്റെ കൂടെ വേഗം വരും. ആ നാണിത്തള്ളേ കാണാം. മാഷ് പറയണത് കേക്കൂ സരോജിനി. ഇല്ല, എന്നെ കൊന്നാലും ഞാൻ ആ തെറ്റ് ചെയ്യില്ല. എന്നെ അനുസരിക്കാൻ നിനക്ക് വയ്യാച്ചാ നീ ഇവിടെ നിക്കണ്ട, വേഗം പൊക്കോളി നിന്റെ പുരയിലേക്ക്. നിന്റെ ആൾക്കുണ്ടല്ലോ പര, പോയി പൊറുക്കോ പെറുകോ എന്താച്ചാ ചെയ്യാം. നീ മേടിക്കാൻ നിൽക്കണ്ട, വാങ്ങിക്കോട്ടെ. അമ്മേ 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 മാമേ മാമേ ആ എന്തേ? അമ്മയ്ക്ക് വയറ്റുന്നോവാ, കിടന്ന് കരയണു. ആ പേറ്റുന്നതായിരിക്കും, അനുഭവിക്കട്ടെ. ഈ സമയത്ത് അങ്ങനെ പറയല്ലേ, എനിക്കറിയാതിന്റെ ദണ്ണം. നീ നാണിത്തലയെ കൂട്ടിക്കോ, അമ്മാമ്മ വന്നോളൂ.
പെറ്റു. ഏ? ചെക്കനാ. ദേവുവേ, ഓ ഓ വസത്തെ, ഇതിനെ എന്റെ മുമ്പിൽ നിന്ന് കൊണ്ടുപോയിക്കോ. നീ ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? ഇല്ല. വെറുതെ പഠിത്തം കളയണ്ട. ബുദ്ധിയുള്ള കുട്ടിയാ നീ. അമ്മ. അതിന് ദേവു നിൽക്കട്ടെ. ഓള് പെൺകുട്ടിയല്ലേ, കുറെ കഴിയുമ്പോ ആരെങ്കിലും കൊണ്ടുപോയിക്കോളും. നീ ആൺകുട്ടിയാ, എല്ലാ കാലത്തും എന്നെ കൊണ്ടാവില്ലല്ലോ നോക്കാൻ. ഞാൻ ഇറങ്ങായി. ഇതാ മരുന്ന്. ഇത് മുടങ്ങാതെ സേവിക്കണമെന്നാ വൈദ്യര് പറഞ്ഞിരിക്കണത്. എന്നാലും ഇത്തിരി സമയം എടുക്കത്രേ. അമ്മയെ കാണില്ലേ? ഇല്ല, ആ പരമേശ്വര മാഷിന്ന് നാട്ടിലേക്ക് തിരിക്കാത്രേ. സ്ഥലം മാറ്റായി. ഒന്ന് അവിടെ വരെ പോണം. അയ്യേ, എന്താ ഇത്? ഇത്രയായിട്ട് ചെക്കന് തന്നെ കുളിക്കാറായിട്ടില്ലേ? ഇങ്ങോട്ട് താ ചെക്കനെ. എത്ര നാളായി നാണിത്തവളൊന്ന് കുളിപ്പിച്ചിട്ട്. ആ, ആ. ആ. നീ നന്നായി പഠിക്കുന്നുണ്ടോ? പഠിച്ച് വലിയ ആളാവണട്ടോ. എന്താ ഇതിനൊരു നാറ്റം? ഇതാ വലിച്ചു കയറ്റണേ. ഇതൊന്നും അമ്മമ്മ കാണണ്ട, അതോടെ തീർന്നു. പിന്നെ ഉമ്മർത്ത് പോലും അറച്ചറച്ച് കയറണ അമ്മാമിയ ഇങ്ങോട്ട് വരണേ. എന്തേ? ശശിമാഷിന്റെ പേരെ രാത്രി യോഗ ഉണ്ടേ. ഇരിക്കണില്ലേ? ഇല്ല, കുറച്ചുപേരൂടെ അറിയിക്കാണ്ടേ. വാഗ്ദത്ത ഭൂമി നമ്മുടെ മുന്നിലുണ്ട്. അതിനായി നമ്മൾ ചോര ചിന്തുക, വിപ്ലവം നടത്തുക, സമൂല മാറ്റത്തിനായി അണിചേരുക. നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷേ കിട്ടാനുള്ളത് അടിയാന്റെയും കുടിയാന്റെയും സർവോപരി തൊഴിലാളികളുടെയും ലോകം. ഇന്ന് നമ്മൾ നടത്തുന്ന സമരത്തിൽ വിജയിച്ചില്ലെന്ന് വരാം, എന്നാൽ നാളെയുടെ വിജയം നമ്മുടേതാകുന്നു. കമ്മ്യൂണിസം എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാക്കളാണ് മാർക്സും എംഗൽസും. എന്നാൽ വർഗാധിപത്യ ഗവൺമെന്റിന്റെ പിറവിയും വളർച്ചയും കാണാൻ അവർക്കായില്ല. അവർക്ക് ശേഷം ലെനിൻ എന്ന മഹാനാണ് പ്രായോഗിക തലത്തിൽ അതിന് സമൂർത്തമായ രൂപം നൽകിയത്. മാർക്സിസം ലെനിനിസം എന്ന അന്തർദേശീയ തത്വസംഹിതയോടുള്ള ആത്മാർത്ഥത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വീണ്ടുമുള്ള വിജയത്തിന്റെ വാഗ്ദാനമായിരിക്കുന്നു. പാർട്ടി തീരുമാനങ്ങളുടെ സ്പിരിറ്റിൽ തന്റെ മുഴുവൻ ജോലിയും ബഹുജനങ്ങളുടെ ഇടയിൽ നടപ്പിലാക്കുന്ന ആളിന് മാത്രമേ പാർട്ടി അംഗമെന്ന മഹത്തായ പേരിന് അർഹതയുള്ളൂ. ഒരു മിനിറ്റ് പോലും നമ്മുടെ ലക്ഷ്യം കൈവിടാതെ തൊഴിലാളി വർഗത്തിന്റെ ആശയത്തെ, ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെ സിദ്ധാന്തത്തെ എപ്പോഴും പ്രചരിപ്പിക്കുക. ലാൽ സലാം.
എന്താ നിന്റെ ഉദ്ദേശം? അപ്പന്റെ വഴിയെ പോവാനാ? നിന്റെ മുണ്ടാട്ടം മുട്ടിയാ? നീ ഇന്നലെ ശശീന്റെ പുരയെ പോയോ? എല്ലാം മറന്ന് നിന്നെ ഞാൻ പഠിപ്പിച്ചതേ നശിക്കാനല്ല. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? പാർട്ടി പ്രവർത്തിക്കുന്നവര് ഭ്രാന്തന്മാരാണോ അമ്മാമേ? നീ എന്നോട് കൂട്ടം കൂടിയാ? അമ്മാമയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ പാർട്ടി വിടണം. എന്നെ കൊണ്ടത് പറ്റില്ല. എന്നെ ധിക്കരിച്ചാ നീ അനുഭവിക്കും. എന്നാലും അമ്മാമയെ കാണാൻ ഞാൻ വരില്ല. എന്നാ അമ്മാമ്മ ഇനി ഇല്ലാന്ന് തന്നെ കരുതുക. കമ്മ്യൂണിസ്റ്റേ, അച്ഛൻ പറയണ നേരാ. ഈ സഖാക്കളെല്ലാം കുടുംബം മറക്കുന്നു. എന്താ ഇപ്പൊ നിനക്ക് അങ്ങനെ തോന്നാൻ? ഈ ഇട എന്നെ കാണാൻ കൂടി വരുന്നില്ലല്ലോ. ഇല്ലാച്ച വീട്ടിലെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെയില്ല. എന്റെ മനസ്സിലുണ്ടല്ലോ നീ. നോണ സത്യം. ഇത് കേട്ടാ മതി. പോവാ. അച്ഛൻ കണ്ട തീർന്ന പണി. എന്താ ഇപ്പോ ഉദ്യോഗമൊന്നും വേണ്ടേ? ഇഷ്ടേ കളത്തി പണിക്ക് പോയിന്ന് കേട്ടു. എന്റെ കുടുംബത്തിനും നിനക്കും വിഴുങ്ങാൻ വല്ലതും ഉണ്ടാക്കണ്ടേ? ഇതിനെ കണ്ട അടുത്തൊന്നും പോണം തോന്നുന്നില്ല. എന്നാ പോര്. ആ, അങ്ങനൊന്നും പോരില്ല. എന്നെ വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ടു പോണം. പറ്റോ? സഖാവിന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. കമ്പനി അടച്ചിട്ടാൽ തൊഴിലാളികളുടെ ഗതി എന്താവും? അതുകൊണ്ട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകൂ. ഇവിടുത്തെ പണിക്കാർക്ക് കൂലി കിട്ടിയിട്ട് മാസം 2 അതിൽ കൂടുതൽ എന്ത് കഷ്ടം? കൂലി കിട്ടിയിട്ടേ ഞങ്ങൾ ഇനി പണിക്കിറങ്ങൂ. എന്റെ കമ്പനി നഷ്ടത്തിലാ, പിന്നെ ഞാനെങ്ങനെ കൂലി കൊടുക്കും? പാർട്ടി പറയുന്നത് സഖാവ് അനുസരിച്ചില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വരും. തെറ്റുകൾ ഓർത്ത് രാജിവെച്ച് പുറത്തു പോകുന്നവരെയും പാർട്ടി പുറത്താക്കിയെന്നല്ലേ പറയാറ്, അല്ലാതെ പാർട്ടി തെറ്റ് സമ്മതിക്കാറില്ലല്ലോ. എന്റെ പേര് കുഞ്ഞുഞ്ഞ്. കോട്ടയത്ത് കൈപ്പുഴ എന്ന സ്ഥലത്ത് നിന്നാണ്. സഖാവ് മുരുകൻ. ലെനിന് തെറ്റുപറ്റിയെന്നാണോ? അവിടെ യഥാർത്ഥ കമ്മ്യൂണിസം നടപ്പിലായില്ലേ? ഇല്ല, അതുകൊണ്ടാണ് സഖാവ് മാവോ റഷ്യൻ കമ്മ്യൂണിസത്തെ തള്ളിപ്പറഞ്ഞത്. കമ്മ്യൂണിസത്തിൽ തിരുത്തൽവാദപരമായ നയങ്ങൾക്ക് പ്രസക്തിയില്ല. സഖാവ് പറഞ്ഞു വരുന്നത് കമ്മ്യൂണിസം ചൈനയിൽ മാത്രമെന്നാണോ? തീർച്ചയായും. 57 നമ്മുടെ ഗവൺമെന്റോ? അതും വിപ്ലവ ഗവൺമെന്റ് അല്ല. ആദ്യകാല പ്രവർത്തകരൊന്നും കമ്മ്യൂണിസ്റ്റ് അല്ലെന്നാണോ? എന്നല്ല. കമ്മ്യൂണിസത്തിൽ റഷ്യയിലെ അതിന്റെ ആദ്യകാല പ്രചാരകനായിരുന്ന VG പ്ലഹാനോവ് പോലും മെൻഷവിക്കളുമായി ഒത്തുതീർപ്പിന് ശ്രമിച്ചില്ലേ? നമുക്ക് ഒത്തുതീർപ്പില്ല, വിട്ടുവീഴ്ചയുമില്ല, സന്ധിയില്ലാത്ത സമരം. വിപ്ലവ ഗവൺമെന്റിന് ശേഷവും ഇവിടെ അടിയാനും കുടിയാനുമില്ലേ? തൊഴിലാളി ചൂഷണം ചെയ്യപ്പെടുന്നില്ലേ? അവന്റെ കുടുംബസ്ത്രീയെ അപമാനിക്കുന്നില്ലേ? തിരുനെല്ലിയിൽ CRPക്കാർ ആദിവാസി സ്ത്രീകൾക്ക് നേരെ നടത്തുന്ന ലൈംഗിക ചൂഷണം ഇന്നും തുടരുകയില്ലേ? അവരുടെ തോക്കിൻകൊള്ളിന് മുമ്പിൽ ആദിവാസി കോളനി ഞെട്ടിയുറച്ചില്ലേ? വയനാട്ടിലെ അടിയൂരുടെ പെരുമാളെന്ന് വിശേഷിപ്പിക്കുന്ന സഖാവ് വർഗീസിനെ മൃഗീയമായി വെടിവെച്ചു വന്നതിന്റെ ചൂട് ഇന്ന് മാറിയിട്ടില്ല. എത്ര പേരെ അറസ്റ്റ് ചെയ്തു? അവരെ കുറിച്ച് വല്ല വിവരമുണ്ടോ? വിപ്ലവ ഗവൺമെന്റിന് പോലും തൊഴിലാളികളുടെ ദുരിതം മാറ്റാനായില്ല. അധികാരത്തിന്റെ അപ്രകർഷണങ്ങൾ നുകർന്ന് അവരും ഭൂഷകളുടെ കുഴലൂത്തുകാരായി മാറിയില്ലേ? തെലങ്കാനയിലും നക്സൽബാരിയിലും നടന്ന സംഭവങ്ങൾ സഖാവ് അറിഞ്ഞില്ല എന്നുണ്ടോ? വിപ്ലവ വീര ഉണർത്തുന്ന വീരഗാഥകളായി അവ ചരിത്രത്തിൽ ഇനി സ്ഥാനം പിടിക്കും. സഖാവിനെ പോലൊരാൾ മുഖം മൂടി അണിഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാൻ പാടില്ല. സഖാവ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാവുക. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ അണിചേരുക. സമൂഹത്തിന്റെ നന്മ, അതാണ് നമ്മുടെ നന്മ. കേവലം വ്യക്തിക്ക് ഇവിടെ പ്രാധാന്യമില്ല. വ്യക്തി അവന്റെ കുടുംബ ബന്ധങ്ങളെ പൊട്ടിച്ചെറിയുക. ബന്ധങ്ങൾ പ്രസ്ഥാനത്തിന് ബന്ധനങ്ങളാണ്. സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുമ്പോഴാണ് നാം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആവുന്നത്.
വസന്തത്തിലെ ഇടിനാദങ്ങളുമായി കടന്നുവരുന്ന നക്സൽബാരികളുടെ ചുവപ്പൻ തുള്ളികൾ ഇവിടെയും വിപ്ലവത്തിന്റെ ചുടുനിണമണിയിക്കും. എന്തായി? എവിടെയും പോലീസുകാരാ. ഒരുപാട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഇവിടുത്തെ നക്സലിസം അവസാനിപ്പിക്കാമെന്നായിരിക്കും അവർ കരുതിയിരിക്കുന്നത്. കഴിയാവുന്ന ആരും പിടികൊടുക്കരുത്, സൂക്ഷിക്കുക. ഉം. അതെ, അതോടൊപ്പം അടിയന്തരാവസ്ഥക്കെതിരെ പ്രവർത്തിക്കുന്നവരെ സംഘടിപ്പിക്കുകയും വേണം. സഖാവ് കുഞ്ഞുണ്ണി രാവിലെ എവിടേക്കോ പോയി. എന്താ അതൊക്കെ? സഖാവിനിതൊന്നും പരിചയം ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ഫ്രീ സെക്സ്. വിറക് കഴിഞ്ഞിട്ട് മാസം ഒന്നായി. ചെക്കനോട് അന്ന് തുടങ്ങി പറയണതാ വിറക് വെട്ടിക്കൊണ്ടുവരാൻ. നീ അതിനും ചെല്ലണം എന്റെ കൈ. അമ്മയ്ക്കിന്ന് ഇത്രയും വേവ് മതി. ബാക്കി വയറ്റിൽ കിടന്ന് വേകട്ടെ. അല്ലാണ്ട് എന്താ ചെയ്യാ? ദേവുവേ, വല്ലതും കാലായോടി? വല്ലാതെ വിശക്കുന്നു. ഒരു ദിവസം അച്ഛാ കന്നായി നേരത്തെ ചെല്ലണമെന്ന് ഓർത്താ അത് നടക്കില്ല. ഇതെങ്കിലും ഉള്ളത് ഭാഗ്യായി. നേരത്തെ ചൊവ്വ കിട്ടിയില്ലേലും നേരെ അറിയാലോ. എത്ര നേരായി തൊള്ളേറി പറയണു. ഇനി ചത്തു കഴിഞ്ഞാലേ തരത്തുള്ളൂ. ഇതാ വരണു. അപ്പോ ഞാൻ പറഞ്ഞത് കേട്ടൂല്ലേ?
എന്തത്ര ധൃതി? ഞാനൊന്ന് ഇറക്കട്ടെ. നേരം പോയമ്മേ, എനിക്ക് പോണ്ടേ? ഇന്നാണെ ശമ്പളം കിട്ടുന്ന ദിവസാ. നീ പോകുമ്പോ എന്നെ ഒന്ന് പുറത്തിരുത്തണേ. ഇത്തിരി വായു കിട്ടുമല്ലോ. ചെക്കൻ വരുമ്പോ അവനോട് പറയേ, അല്ലാണ്ട് ആരാ അടുത്ത്? ചെക്കൻ എന്താ താമസിക്കണേ? അല്ലേ തന്നെ എന്നാ നേരത്തെ വരണേ? ഫു. ഇതിൽ ഭേദം ചരല് വാരി തരണതാണേ. നീ എന്താ ഇത്ര താമസിച്ചേ? എന്താ നാ പറഞ്ഞു പോയോ? ചോദിച്ച ഉത്തരം പറഞ്ഞൂടെ? നീ മുണ്ടണ്ട. പറ്റിയച്ചൊരു ഉപകാരം ചെയ്യാ. ഇന്നെങ്കിലും തൊടി പോയി ഇത്തിരി വിറക് കൊണ്ടുവയ്ക്കേ. ഇനി അതോടെ ചെയ്യിക്കല്ലേ. അമ്മയ്ക്ക് വയ്യായ കൂടി വരികയാണേ. ഇത്തിരി നേരം പെരെ കുടിയിരിക്ക്. നിനക്ക് വേണ്ടച്ചാ വേണ്ട. ഈ സൈക്കിളിന് ഇത്തിരി സമാധാനം കൊടുക്ക്. ഓപ്പോളെ എന്തേ? ഇത് അമ്മയുടെ ചേട്ടല്ലേ? എന്തിനാ എനിക്കിതിപ്പോ? പത്രത്തിന്റെ കാശ് കിട്ടിയില്ലേ? 2 ദിവസം കഴിയും. അമ്മയുടെ മരുന്ന്. എന്താ ഉണ്ണി ഈ പറയണത്? ഇതിന് മാത്രം വരുമാനം എനിക്കെവിടുന്നാ? ഹൈ, കാശ് കിട്ടാത്ത എന്റെ കുഴപ്പാ. എന്നാ കാശിട്ടുള്ള പണിക്ക് പൊയ്ക്കൂടെ നിനക്ക്? എന്നും ഇങ്ങനെ പേപ്പറിട്ട് ജീവിക്കാനാ നീ വിചാരിച്ചേക്കണത്? അവൻ പോകും. അതിനെത്തിരി നേരം പിടിക്കേ. പറഞ്ഞു നിന്റെ വായിലെ വെള്ളം വറ്റിക്കാന്നല്ലാതെ ചെക്ക അനുസരിക്കുന്നു എനിക്ക് തോന്നണില്ല. ചീട്ടിങ്ങിതാ. കൃഷ്ണനുണ്ണിയാ, ഈ ഇങ്ങോട്ടൊന്ന് വായോ. എത്ര നാളെ എന്നെ ഒന്ന് കണ്ടിട്ട്. എന്റെ അമ്മക്ക് കുറവുണ്ടോ? ഇപ്പൊ എന്നെ കുറയുന്ന കരുതിയില്ലാരും. മരുന്നിന്റെ ഗുണാ. എന്റെ അമ്മാമ്മ നല്ല ഉറുപ്പ്യ ചെലവാക്കിയിട്ടുണ്ടേ. ആള് ശുദ്ധനാ. ഇത്തിരി വാശിക്കാരനാന്നേ ഉള്ളൂ. അനക്ക് വെള്ളം വല്ലതും വേണോ കുടിക്കാൻ? വേണ്ടേ? പണി വല്ലതും ആയോ? ഇല്ല. ഈ നല്ല ആൺകുട്ടിയാ. അന്നെ സ്വാമി കൈവിടില്ല. അന്നെ പുറത്തെടുത്തത് ഞാനാണേ. ഇത്തിരി വിഷമായിരുന്നു. ഇങ്ങനെ എന്നെ കിട്ടുന്ന കരുതിയതല്ല. കേടു പറ്റിയത് തള്ളയ്ക്ക. എന്നാലും അന്നെ കാത്തില്ലേ. നാണിത്തോടെ തനിച്ചേ ഉള്ളൂ. അല്ലാണ്ട് ആരാ എനിക്കൊരു കൂട്ടേ. എനിക്ക് പേരെടുക്കാനേ വിധിച്ചിട്ടുള്ളൂ. പേറാൻ പറ്റിയില്ല. സ്വാമി അതിന് സമ്മതിച്ചില്ല. ഇവിടെ ഉണ്ടായിരുന്ന ചെക്കൻ ഒന്നും പറയണ്ട. തിരുവില്ലാമലെന്ന് കിട്ടിയതാ. തള്ള പിഴച്ചുണ്ടായതത്രേ. ഞാനങ്ങ് വാങ്ങി. സ്വന്തം കാര്യം നിൽക്കാറായപ്പോ എങ്ങോട്ടോ പോയി. അനക്ക് വെള്ളത്തിരി വേണോ കുടിക്കാനേ? വേണ്ടേ? പോവാണേ. ഈ ഇടയ്ക്കൊക്കെ വരണേ. എനിക്ക് മുണ്ടിയും പറഞ്ഞിരിക്കാലോ. നാരായണ നീ എന്താ നേരത്തെ? വക്കീൽ ഓഫീസ് വരെ ഒന്ന് പോണം. നിനക്കൊരു കൂട്ട് അത്യാവശ്യം കേട്ടോ. മുരുകൻ ഒരു കള്ളനോ കൊലപാതകയോ ആയിരുന്നെങ്കിൽ പരോളിനെങ്കിലും ശ്രമിക്കാമായിരുന്നു. ഇത് ജാമ്യം പോലും കിട്ടാത്ത കേസാ. അടിയന്തരാവസ്ഥ പിൻവലിച്ചില്ലേ? പുറത്തിറങ്ങിയവരൊക്കെ വീണ്ടും ജയിലിലേക്ക് തന്നെയാണ് യാത്ര. അവർക്കിത് പ്രതികാരം ചെയ്യാനുള്ള സമയമാണ്. അതുകൊണ്ട് മുരുകനെ വിടാൻ അവർക്ക് തോന്നിയിട്ടുണ്ടാവില്ല. ഹീസ് നക്സൽ ലീഡർ. ഇപ്പോഴും അയാൾ ജീവനോടെ ഇരിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം.
പോണ്ടേ? എങ്ങോട്ട്? ഇത് നല്ല കൂത്ത്. കണ്ണന്റെ ചേച്ചിയുടെ കല്യാണം അല്ലേ നാളെ? എന്തേ നിനക്കൊരു മൗനം? നീ പൊക്കോ, ഞാൻ പറഞ്ഞില്ല. ഒന്ന് ചെന്നിട്ട് പോരാന്നേ. എന്നെ വിളിച്ചിട്ടില്ല, ഒഴിവാക്കിയതാവും. എന്നെ കണ്ട കല്യാണം മുടങ്ങിയാലോ? രാമ 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 രാമ. നീ എന്തെത്ര വൈകിയേ? രാവിലെ പറഞ്ഞത് മറന്നോ? അതോ മനഃപൂർവ്വം എല്ലാരും തോൽപ്പിക്കാൻ ശ്രമിക്കാ? വയ്യാണ്ടിരിക്കുന്ന അമ്മയാ, ഇപ്പഴാ ഒരു ആവശ്യം വരികയെന്നറിയില്ല. ഇപ്പഴും കൊച്ചു കുട്ടിയാന്ന വിചാരം. എങ്ങനെ അടുപ്പ് കത്തിക്കുന്നതെന്ന് എനിക്കേ അറിയൂ. രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ. എന്റെ കുട്ടി വൈകിയതുകൊണ്ടല്ലേ ഓള് വഴക്ക് പറയണേ? പിണങ്ങണ്ട, ഓള് വിഷമം കൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ആ മനസ്സ് നിറയെ എന്നോട് സ്നേഹ. അന്തിക്കാ തുണി തിരുമ്പണത്? നിനക്കിത് ഇത്തിരി നേരത്തെ ചെയ്തൂടെ? നീ കുളിച്ചോ, ഇത് ഞാൻ തിരുമ്പിക്കോളാം. വേണ്ടേ? ഇതിവിടെ വെക്കണോ? ഇതവിടെ കൊണ്ട് വെക്കും. അതിന് ദേഷ്യപ്പെടുന്ന എന്തിനാ? ആരോടായി ദേഷ്യം? ഈടത്തിരി കൂടുന്നുണ്ട് ചെക്കന്. ഓപ്പോളൊരു കാര്യം പറഞ്ഞാ നിനക്ക് ഇഷ്ടമില്ലാച്ച വേണ്ട. ഓപ്പോൾ പറഞ്ഞോളൂ. നിന്നെ ശങ്കരൻകുട്ടിയേട്ടൻ തിരക്കിയേ. വീട്ടമ്പാർത്തയാ? ആ. എന്തേ? തോണിക്കാരൻ അബ്ദുക്ക തുഴച്ചില് നിർത്തുക അത്രേ. നിനക്ക് ആ പണി വാങ്ങിത്തരാന്ന്. എനിക്ക് ഏറെ പണി വേണ്ട. നീ ആരാ? തമ്പ്രാൻകുട്ടിയാ? നിനക്ക് പിന്നെ ഏത് പണിയാ ഇഷ്ടം? എനിക്ക് ആ പണി ഇഷ്ടാ, എന്നാ എനിക്ക് അയാളെ ഇഷ്ടമല്ല. എന്തേ? നിനക്ക് എന്ത് ദ്രോഹ ശങ്കരൻകുട്ടിയേട്ടൻ ചെയ്തേ? എനിക്ക് ഇഷ്ടമല്ല, അത്ര തന്നെ. കാണുന്നുണ്ട് ഞാൻ ഓപ്പോളെ നോക്കി അവിടെ ഇവിടെ നിക്കണത്. ഓപ്പോൾക്ക് ആ മോൻ വേണ്ട, എനിക്ക് അയാളെ വെറുപ്പാ. പെങ്കോന്തൻ. എല്ലാവരുടെയും ഇഷ്ടം ഞാൻ നോക്കിയാ മതി. നിന്റെ ഇഷ്ടം നോക്കാൻ ആരാ ഉള്ളേ? ഞാൻ കറവ പശുവാണല്ലോ. വേണ്ട, ആർക്കും ഇഷ്ടമില്ലാച്ച എനിക്കെന്തിനാ? ദേവു, കൃഷ്ണനോട് ഞാൻ പറഞ്ഞ കാര്യം നീ പറഞ്ഞോ? എനിക്കറിയാം ചെക്കൻ സമ്മതിച്ചിട്ടുണ്ടാവില്ല. വീട്ടില് നിർബന്ധം കൂടിയേ ഇതങ്ങോട്ട് ഉറപ്പിക്കട്ടെ. വേണ്ട, എന്നെ കെട്ടിയാ ശങ്കരൻകുട്ടിയേട്ടന് പ്രാരാബ്ദം കൂടെയുള്ളൂ. അതിനെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കേണ്ട. നിനക്കും വേണ്ട ഒരു ജീവിതം. എന്റെ വീട് ഉപേക്ഷിച്ച് എനിക്കൊരു ജീവിതം വേണ്ട. അവരെ കൈവിട്ട ഈശ്വരൻ പൊറുക്കില്ല. നീ മറക്ക. മൂന്നിന്റെ ഉണ്ട് 5, 5 5 10, 10 8 18, 18 7 25, 25 ഒരു പയ ബാക്കി 56, മൊത്തം 81 ഉറുപ്പ്യ. ₹50. ഇന്നിത്രയുള്ളേ? ഇങ്ങനെ തുടങ്ങിയ എങ്ങനെയാ? കായ എണ്ണി കൊടുത്താലേ ചന്തയിൽ സാധനം കിട്ടൂ. ഇപ്പയേ അനക്കതൊരു പതിവാ. പത്രത്തിന്റെ കാശ് കിട്ടിയില്ലേ? 2 ദിവസം കഴിയും. അനക്ക് എത്ര റുപ്യ ശമ്പളം കിട്ടും ഞമ്മക്ക് അറിഞ്ഞൂടെ? അനക്ക് വേറെ വല്ല പണി നോക്കുക. അന്ത്യാവുമ്പോ ദേമാതിരി കായെണ്ണി വാങ്ങാം. മേലനങ്ങണ മോനെ, വേർത്താലേ ബളവുണ്ടാവുള്ളൂ. ആ പിന്നെ ഞമ്മള് മറന്ന്, അനക്കൊരു കത്തുണ്ടായിരുന്നു.
എവിടുന്നാ? എവിടുന്ന് വരാനാ? അവിടുന്ന് തന്നെ, വിയ്യൂരിന്ന്, എന്റെ അണ്ണന്റെ. ന്നാ. ദേ നീ വന്നോ? കാശ് കൊടുത്തപ്പോ മമ്മത് എന്തു പറഞ്ഞു? പറ്റു തീർക്കണമെന്ന്. ഇവിടത്തെ അവസ്ഥ നീ പറഞ്ഞില്ലേ? അല്ല, പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇത് അവന്റെയും ജീവിതല്ലേ? ഒരെഴുത്തുണ്ടായിരുന്നു. വിയ്യൂരുന്ന? അതെ. ഇങ്ങോട്ട് വെച്ചോ, ദേവൂട്ടിയുടെ വന്നിട്ട് വായിക്കാം, പോരെ? എന്റെ കുട്ടിയെ കണ്ടിട്ട് എത്ര കാലായി. പ്രിയപ്പെട്ട അമ്മയ്ക്ക് ക്ഷേമാന്വേഷണങ്ങൾ കൊണ്ട് കാര്യമില്ലെന്നറിയാം. കത്തുകൾ അയക്കണമെന്ന് തോന്നും. പക്ഷേ എന്തെഴുതാനാണ്? മനസ്സിൽ നിറയെ കുറ്റബോധമാണ്. ആരെല്ലാം ഞാൻ കാരണം വേദനിക്കുന്നു. എല്ലാരും തള്ളിപ്പറഞ്ഞാണ് പ്രസ്ഥാനത്തിൽ ഇറങ്ങിയത്. അതുകൊണ്ട് പലതും നഷ്ടമായി. അമ്മയെ, ദേവുവിനെ, കൃഷ്ണനുണ്ണിയെ, മീനാക്ഷിയെ. ഇപ്പോൾ ഈ ഇരുട്ടിൽ 3 വർഷത്തോളമായി വാസം. എൻ്റെ മനസ്സ് മരവിച്ചിരിക്കുന്നു. എല്ലാവരെയും കാണാനൊരാഗ്രഹം. ദേവുട്ടി സുഖമായിരിക്കുന്നുവോ? കൃഷ്ണനുണ്ണിയെ പഠിപ്പിച്ച് വലിയ ആളാക്കണമെന്നായിരുന്നു മനസ്സിൽ. ഒന്നും നടന്നില്ല. അമ്മയെ സ്വപ്നത്തിൽ കാണാറുണ്ട്. മീനാക്ഷി ഇപ്പോഴും എന്നെ കാത്തിരിക്കുന്നുണ്ടാവുമോ? ബാബുവും രാംദാസും ശശിമാഷും വീട്ടിൽ വരാറുണ്ടോ? അവരൊക്കെ സഹായത്തിനുണ്ടെന്നുള്ള വിശ്വാസമാണ് എനിക്ക് ആകെയുള്ള ആശ്വാസം. പിന്നെ കൃഷ്ണനുണ്ണിയുടെ... എന്തേ നിർത്തിയത്? വായിക്കൂ, നിന്റെ മോൻ എഴുതിയതല്ലേ? കൃഷ്ണനുണ്ണിയുടെ അച്ഛനെ ഞങ്ങളുടെ അച്ഛനായി സ്വീകരിക്കണം. അവന് വേണ്ടി ഏട്ടനായി എനിക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ അച്ഛനെയെങ്കിലും അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഈശ്വരവിശ്വാസം കൂടി എനിക്ക്. ഇവിടുത്തെ വാസമാകാം. നിർത്തുന്നു. സ്നേഹത്തോടെ മുരുകൻ. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും. കരുവിനു കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതര വീണു വണങ്ങി ഓതിടേണം. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണനധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രം. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിലാദിമമായൊരാത്മരൂപം. അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരേണം. ഒരുവനു നല്ലതു മഞ്ഞനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടേണം. പരനു പരം പരിതാപമേകിടുന്നോരെരി നരകാബ്ദിയിൽ വീണെരിഞ്ഞിടുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ എഴുതിയ വരികളാണിവ. നിന്റെ ആത്മകഥയുടെ അവസാനം ഈ വരികൾ കൊണ്ടാവട്ടെ. സന്തോഷായി. പോട്ടെ സരസ്വതിയമ്മേ. ഇത് ഉറപ്പിക്കാനാ പോണ്? നിനക്കത് ഇതുവരെ മനസ്സിലായില്ലേ? ഓളുടെ മനസ്സിൽ ഇപ്പോഴും മുരുകനാ. ആ എരണം കെട്ടവന്റെ പേര് പോലും എന്നോട് പറയരുത്. ഓക്കോ? ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളയും. ഒക്കെ നിനക്ക് നല്ലതിന് വേണ്ടിയാ.
പോലീസ് എനിക്ക് പുല്ല. നീ പോലീസാ? എല്ലാത്തിനും ഞാൻ പട്ടാക്കും, നിന്നെ ഞാൻ പട്ടനാക്കും. ആ പകട 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 12 12 വെട്ടിക്കലടാ. പകട 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 രണ്ടും കണ്ണും വീട്ടാ. നിന്റെ തോഴൻ ഞാൻ നിർത്തി. ഇത് നല്ല കൂത്ത്. നീ പറഞ്ഞിട്ടല്ലേ ഇരുന്നേ. ഇപ്പൊ ഇരട്ട വിരലിനെ കണ്ടപ്പം പോവാ. രണ്ടാളും കൂടി എന്താ പണി? അച്ഛനെ അന്വേഷിക്കാൻ പോവാ? എന്താ ഞങ്ങളും കൂട്ടുപറഞ്ഞോ? എന്തിനാ കൂട്ടുപോണത്? ഇരട്ടവരിൽ ആർക്കാണെന്ന് നോക്കിയാ പോരെ? എളുപ്പമായി. പട്ടി കൊല്ലു ഞാൻ. കൊല്ലു ഞാൻ. എന്താ ഉണ്ണി? നിന്റെ മനസ്സിലെന്താന്ന് എനിക്കറിയാം. ദൈവം എല്ലാവർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. നിനക്ക് വിധിച്ചത് കരയാനാവും. ഓപ്പോൾ എന്റെ അച്ഛനെ കണ്ടിട്ടുണ്ടോ? ഈശ്വരാ, ഓപ്പോൾ എന്താ മിണ്ടാത്തെ? നിനക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ലേ? ഇതായിപ്പോ കൂത്ത്. എണീക്കുട്ടിയേ, ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. എത്രയൊക്കെ ഉള്ളൂ മനുഷ്യാവസ്ഥ. കുട്ടി ഇനിയും കരയ. ഈ കരയുന്ന നേരം കൊണ്ട് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആത്മാവിന് ശാന്തി കിട്ടട്ടെ. മുരുകൻ, നിന്റെ കഥയെഴുത്തൊക്കെ എവിടം വരെ ആയി? തീർന്നോ?
എന്നാ ബാക്കി വീട്ടിലിരുന്ന് എഴുതിയാ മതി. നിന്നെ വിടാൻ ഉത്തരവ് വന്നിട്ടുണ്ട്. ഇനിയെങ്കിലും കുടുംബം നോക്കി ജീവിക്കേ. നമ്മുടെയൊക്കെ സ്വപ്നമാണ് നിനക്ക് സാധിച്ചിരിക്കുന്നേ. ഇവിടെ നിന്ന് പുറത്തിറങ്ങുക, ഇത്തിരി ശുദ്ധമായി ശ്വസിക്കുക. നീ മറന്നോ എന്നെ? നിന്റെ അണ്ണൻ എന്താ കുട്ടിയെ? നമ്മുടെ അമ്മ പോയി, നമ്മളെ വീട്ടിൽ പോയല്ല. അമ്മ പോയെന്നാ, എന്നെ തനിച്ചാക്കി പോയെന്നാ. എന്താ നീ പറയണേ? നിനക്ക് അണ്ണനില്ലടാ, നിന്റെ ഓപ്പോളില്ലടാ.
അന്ന് മുതൽ തുടങ്ങിയതാ ചെക്കൻ ഇങ്ങനെ. ചിലപ്പോ കണ്ടാ തന്നെ പേടിയാവും. മരിക്കണേന് മുമ്പ് അമ്മ വല്ലതും പറഞ്ഞോ ഉണ്ണിയുടെ അച്ഛനെ കുറിച്ച്? അവിടെ അമ്മ തോൽപ്പിച്ചു കളഞ്ഞു. അണ്ണാ, ചേച്ചിയുടെ കല്യാണം നിശ്ചയിച്ചണ്ണ. ഞാൻ പ്രതീക്ഷിച്ച പോലെ സംഭവിച്ചു. നന്നായി. അണ്ണ, എന്നോടൊന്നും പറയാനല്ലേ ഒരു വഴക്കെങ്കിലും? എന്തിന്? ഇതാണ് ശരി. എന്റെ മനസ്സിലെന്നും അങ്ങനെ ഉണ്ടാവും. ചേച്ചി ഒരുപാട് എതിർത്തു. അച്ഛന്റെ വാശിയുടെ മുമ്പിൽ തോറ്റു. അല്ലാതെ എന്താ വഴി? അണ്ണൻ തെറ്റിദ്ധരിക്കല്ലേ? സഹാവരിക്കൂ, വന്നവരെ അറിഞ്ഞിരുന്നു. സഖാവ് ആളാകെ മാറി. എന്താ കോലം? ജനസേവനത്തിന് വേണ്ടിയുള്ള പുതിയ ഫണ്ട് പിരിവിനെ കുറിച്ച് ആലോചനയായിരിക്കും അല്ലേ? സഹാവ് പോവുക? എല്ലാരെയും ഒന്ന് കാണാനാ വന്നേ. ഇവിടെ ആകെ മാറിയിരിക്കുന്നു. നിങ്ങളും എന്റെ കുട്ടി വല്ലാതെ കഷ്ടപ്പെടുന്നു അല്ലേ? ഏയ്, ഇതാദ്യാ. വിറക് മരിഞ്ഞില്ലേ? നിന്റെ ജോലി വിഷമം പിടിച്ചതാ? അങ്ങനെയൊന്നുമില്ല. അണ്ണനോട് വെറുപ്പ് തോന്നാറുണ്ടോ കുട്ടികൾക്ക്? വെറുക്കേ? എന്താ അണ്ണ വല്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കണേ? പിന്നെന്തേ എനിക്ക് എഴുത്തയക്കാതിരുന്നത്? അതമ്മ പറഞ്ഞിട്ടാ.
മുറിവിലേക്ക് മുള്ളു തറയ്ക്കണ്ടെന്ന് കരുതി. നന്നായി. ഇറ്റു വീഴാൻ ഒരു തുള്ളി ബാക്കിയില്ല. രക്തമറ്റ ശരീരം ഇത്. ശവം. ഓർക്കുക അണ്ണനോട്. മുരുകൻ ഇല്ലേ കുട്ടി? മാഷേ, ആ, നീ വന്നൂന്നറിഞ്ഞു. ഉണ്ണി എവിടെ? ദേ അങ്ങോട്ട് പോയി. എന്നോട് മറുപടി പോലും പറഞ്ഞില്ല. മാഷ് കയറിയിരിക്കും. ആ, ഇരിക്കൂ. മാഷിന്റെ കല്യാണം കഴിഞ്ഞല്ലേ? ദേവൂട്ടി പറഞ്ഞു. ഉവ്വ്, ഒരു കുട്ടിയുണ്ട്, മോള. നന്നായി മാഷേ. എന്നെപ്പോലെ ആയില്ലല്ലോ. രാഷ്ട്രമില്ല, സമൂഹമില്ല, വർഗമില്ല. സൂക്ഷ്മമായി പറഞ്ഞാൽ കുടുംബം പോലുമില്ല. ഉള്ളത് ഞാൻ മാത്രം. മാഷൊക്കെ കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട, ബുദ്ധിമുട്ടില്ല അച്ഛാ, നമുക്കിത്തിരി നടക്കാം. ബീഡിക്ക, ഞാൻ നിർത്തി. വട്ടുകൂടുമ്പോ ഇങ്ങനെയാ, ആരെയും തിരിച്ചറിയില്ല. ഇല്ലാത്തപ്പോ എല്ലാരെയും അറിയാം. എന്നോട്ടാ ഇങ്ങനെ? ജയിലിൽ നിന്ന് വന്നപ്പോ മുതൽ ഇങ്ങനെയാ. പോലീസുകാർ ഈ പരുവത്തിലാ വിട്ടത്. നിന്റെ മനസ്സിൽ എന്നെ കുറിച്ച് തെറ്റിദ്ധാരണയുണ്ടെന്ന് എനിക്കറിയാം. ആ, നീ എല്ലാരെയും കണ്ടു? ഉവ്വ്. ജയിലിലേക്ക് പോകുമ്പോ മനസ്സിൽ സമാധാനം ഉണ്ടായിരുന്നു. എന്റെ അമ്മയ്ക്കും കുട്ടികൾക്കും നിങ്ങളൊക്കെ ഉണ്ടെന്നുള്ള വിശ്വാസം. ഇന്നിപ്പോ ആർക്കും ആരും ഇല്ലെന്നുള്ള സത്യം ഞാൻ അറിയുന്നു. കുറ്റബോധമുണ്ട് എനിക്ക്. സമൂഹം നമ്മോടൊപ്പം നടന്നില്ല, നടക്കുകയില്ല. സമൂഹം എന്ത് നടത്തുന്നു, ഒരു പാവയെ പോലെ ഞാൻ ചൂടുവയ്ക്കുന്നു. നാടിയിടിക്കോളം കർമ്മം ചെയ്തല്ലേ പറ്റൂ, അല്ലേ മാഷേ? ഞാൻ മനസ്സിലാക്കുന്നു. ജയിലിൽ നിന്ന് തിരികെ പുറത്തിറങ്ങിയ സഹാക്കൾക്കായി ജനകീയ സാംസ്കാരിക വേദി ഒരുക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ അതിന് തുടക്കം കുറിച്ച് കഴിഞ്ഞു. തന്നെ ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. ആ, കൃഷ്ണനുണ്ണി അവനാണിപ്പോ എന്റെ മനസ്സിനെ താർക്കുന്നത്. വായ കീറിയവന് ദൈവം ഇരയെ കൊടുക്കുമുരുക. അതെങ്ങനെയെന്നാണ്? എന്നാലും എന്റെ ദേവൂട്ടി ഇങ്ങനെ പിടിച്ചു നിന്നല്ലോ മാഷേ. ഒക്കെ ശരിയാകും.
ഉണ്ണി എനിക്ക് എന്റെ അമ്മയെ കാണണം. എന്ത് വിവരക്കേടായി പറയണേ? എനിക്ക് എന്റെ അമ്മേന്റെ എപ്പോ ഉറങ്ങുന്ന കുട്ടി അണ്ണൻ പറയട്ടെ. ഉണ്ണി ഞങ്ങൾക്ക് അന്യനാകുകയാണ്. ബന്ധങ്ങൾ തീർത്ത ബന്ധനങ്ങളുടെ മാറാലകൾ പൊട്ടിച്ചെറിയാൻ ദൈവാവിന് കൊടുത്ത വരമാണ് ഈ ഭ്രാന്ത്. സമനില തെറ്റിയവൻ ഇനി എന്ത് ചിന്തിക്കാൻ? അതോ അവൻ ചിന്തയുടെ പാരമ്യത്തിലോ? ധ്യാനത്തിന്റെ നിർവ്വാണാവസ്ഥയായ പരമാനന്ദത്തിലോ? കർമ്മകാണ്ഡങ്ങളുടെ പൂർവ്വജന്മ സുഹൃതങ്ങളോ? പാരമ്പര്യത്തിന്റെ ജനിതക വഴിത്താരയുടെ ദാനമോ? പക്ഷേ ഞാനെന്തേ അതിനൊരു കൈവഴി ആവാതിരുന്നു? ഹതഭാഗ്യം ഞാൻ. എനിക്ക് ഭ്രാന്തില്ല. ഉണ്ടെങ്കിൽ അത് അനുഗ്രഹമാണ്, മോചനമാണ്. തമസിൽ നിന്നും ജ്യോതിസിലേക്ക്. ചെറുക്കന് പ്രാന്തളകിന്നാ തോന്നണേ. ഒരുത്തനെ കൊണ്ട് എന്നെ പുറത്തു മുട്ടിയിരിക്കുവോ? പ്രാന്ത് ഇളകിയില്ലെങ്കിലും അതിശയുള്ളൂ. ആ മുറിയിലെങ്ങനെ കൊണ്ട് പൂട്ടിയിട്. ഉണ്ണി എന്തു പറ്റി? ഉണ്ണി മുരുക, എന്നെ മനസ്സിലായോ? പരമേശ്വരൻ മാഷ്.
മാഷ് ഇതുവരെ ഒന്നും പറഞ്ഞില്ല. സത്യം ഒരു കുടത്തിലെ ബോധത്തെ പോലെയാണ് അല്ലേ? ഒരു നൈമിഷിക ദൗർബല്യം ഇത്രയും ബീഭത്സമായ ഒരു അർത്ഥമാവുമെന്ന് ഞാൻ ഒരിക്കലും നനച്ചില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ വന്നത് എന്റെ മോനെ കൊണ്ടുപോകാനാണ്. എനിക്ക് അവനെ വേണം, എന്റെ മോനെ. സരോജനി മരിച്ചതിൽ പിന്നെ എന്നെ ഉറക്കിയിട്ടില്ല. എന്നും എന്റെ അടുത്ത് വരും. എനിക്ക് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യണം. കൃഷ്ണനും എന്റെ മോനെ മുരുക. സഖാവ് മുരുകൻ അണ്ണൻ ഇവിടെ ഇല്ല. എപ്പോ വരും? ആരാ? ഒരു സുഹൃത്താ, ഇത്തിരി ദൂരെന്നാ. ഇയാൾക്ക് എന്ത് പറ്റി? നാളെ രാവിലെ തന്നെ മോനെ കൊണ്ടുപോകണം. എന്റെ ഒരു സുഹൃത്ത് നല്ലൊരു വൈദ്യരാ, അയാളെ കാണിക്കാം. എന്താ? ഉണ്ണിയെ എന്തായി കാട്ടിയേ? അണ്ണ അപ്പോള്
എന്താണ് ധർമ്മം? ധാരേ നീതി ധർമ്മണ. ധരിക്കുന്ന യാതൊന്നാണോ അതാണ് ധർമ്മം. യഥോ അഭ്യുദയ നിശ്രേയസ സിദ്ധതി സ ധർമ്മ. യാതൊന്നിൽ നിന്നുമാണോ അഭ്യുദയവും നിശ്രേയസും ലഭിക്കുന്നത് അതാണ് ധർമ്മം. അതായത് ഭൗതികവും ആത്മീയവുമായ പുരോഗതി യാതൊന്നിൽ നിന്ന് ലഭിക്കുന്നുവോ അതാണ് ധർമ്മം. മുരുകന്റെ ആത്മകഥ ഞാൻ വായിക്കുകയുണ്ടായി. നൊമ്പരം. അതിലവസാനം താനൊരു കൃതി കടമെടുത്ത് എഴുതിയില്ലേ, അതാണ് എന്നെ സ്വാമി സ്വരൂപാനന്ദയാക്കിയത്. വിപ്ലവം ആത്മീയതയ്ക്ക് വഴിമാറുന്നു. അവിടുത്തെ മുന്നിലും ഇവിടെയും ഈശ്വരൻ ഒന്നുപോലെ. അറിവിലുമേറിയറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും. കരുവിന് കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതര വീണു വണങ്ങിയോതിടേണം. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. കൃപണനധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രം. അവനിവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനിലാദിമമായൊരാത്മരൂപം. അവനവനാത്മസുഖത്തിനാചരിക്കുന്നവയവരന്നു സുഖത്തിനായി വരേണം. ഒരുവന് നല്ലതു മഞ്ഞലല്ലലും ചേർപ്പൊരു തൊഴിലാത്മവിരോധിയോർത്തിടേണം. പരനു പരം പരിതാപമേകിടുന്നു എരിനരകാത്തിയിൽ വീണെരിഞ്ഞിടുന്നു.